കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 55. രചന ശാലിനി ഇ. രാത്രിയിലെ ഇരുട്ടിലേക്ക് നോക്കി ബാൽക്കണിയിൽ നിൽക്കുകയാണ് കാർത്തി. അവൻ്റെ ഉള്ളിൽ നിന്നുയരുന്നത് ആഞ്ഞടിക്കുന്ന തിരമാലകളാണ്. പുറത്തേക്ക് ഒഴുകുന്നത് കൊടിയ ശൈത്യത്തിൻ്റെ തീച്ചൂടിൽ നിന്നും ഉറവയെടുത്ത പൊള്ളുന്ന ലാവയും. 5 ദിവസത്തിനുള്ളിൽ തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ വെറുമൊരു വേസ്റ്റ് മാത്രമായിരിക്കുമെന്ന് അവൻ്റെ ഉള്ളിൽ ഇരുന്നാരോ മന്ത്രിച്ചു. തനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കേണ്ടി വന്നാൽ 28-ാം തീയതി ദത്തൻ മണ്ഡപത്തിൽ വരാതെ കല്യാണം മുടങ്ങും. അവിടെ പിന്നെ നടക്കുന്നത് ആരെങ്കിലും വെച്ച് മാനം രക്ഷിക്കാൻ വേണ്ടിയുള്ള സഹതാപ കല്യാണമായിരിക്കും. അത് മുതലെടുക്കുകയാണ് സിദ്ധാർത്ഥിൻ്റെ ലക്ഷ്യം. ദത്തനും സിദ്ധാർത്ഥിനും ചില്ലുവിനെ കൊടുക്കില്ലെന്ന് അവൻ മനസ്സിൽ പ്രതിജ്ഞയെടുത്തു. ബാൽക്കണി വാതിലടച്ച് റൂമിലേക്ക് കിടക്കുമ്പോൾ അലമാരയ്ക്കുള്ളിലിരിക്കുന്ന തൻ്റെ ഡയറിയായിരുന്നു അവൻ്റെ ലക്ഷ്യം. അമിതമായ എന്ത് വികാരത്തിനടിമപ്പെട്ടാലും അതവൻ ഡയറിയിൽ പകർത്തിവെക്കും. അങ്ങനെയുള്ള അവസരങ്ങൾ വിരളമായി മാത്രം വരുന്നതുകൊണ്ട് അധികമൊന്നും ഡയറിയിൽ കുത്തിക്കുറിച്ച് വയ്ക്കാറില്ല. അലമാരയ്ക്കുള്ളിൽ നിന്നും ഡയറി എടുത്ത് തുറന്നവൻ തൊട്ടുമുൻപിൽ എഴുതിയ വരികളിലൂടെ വിരലോടിച്ചു. അമ്മയെ മോർച്ചറിക്കുള്ളിൽ വെച്ച് കണ്ടതും കുഞ്ഞോളെ ICUവിനുള്ളിൽ വെച്ച് കണ്ടതും ഡയറിക്കുള്ളിൽ വരികളായി നിറഞ്ഞു നിന്നിരുന്നു. എഴുതിയ വരികൾ ഒരിക്കൽ കൂടി മനസ്സിൽ നിറഞ്ഞപ്പോൾ ആ രംഗങ്ങളും മനസ്സിലൂടെ കടന്നുപോയി. കണ്ണുകളിൽ നീർക്കണങ്ങൾ ഉരുണ്ടുകൂടിയത് അവന് പോലും അറിഞ്ഞില്ല. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ കിടക്കയിലേക്ക് ഡയറി തുറന്നു വെച്ചുകൊണ്ട് അതിനടുത്തായി കമഴ്ന്ന് കിടന്നു. പേന എടുത്തുകൊണ്ട് കാർത്തി അതിൽ ഓരോ വരികളും ഹൃദയത്തിൽ നിന്നും എടുത്തെഴുതി. ചിലങ്ക നദിയോടൊപ്പമാണ് അന്ന് ഉറങ്ങാൻ കിടന്നത്. ഫോണിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നവൾ മറ്റേതോ ലോകത്താണെന്ന് പോലും നദിക്ക് തോന്നിപ്പോയി. മലർന്നു കിടന്നുകൊണ്ട് നദി സീലിങ്ങിലേക്ക് നോക്കി. ഒരാഴ്ച മുൻപ് വരെ ഇല്ലാതിരുന്ന ഒരു പ്രണയം ഇപ്പോഴിതാ തളിർക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രണയത്തിൻ്റെ മാസ്മരിക വലയം എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭൂതിയാണല്ലേ. അത്തരമൊരു വലയത്തിൽ അകപ്പെട്ട് കിടക്കുന്നത് കൊണ്ടല്ലേ അടുത്ത് കിടക്കുന്ന എന്നെപ്പോലും ചില്ലു ചേച്ചിക്ക് കാണാൻ കഴിയാത്തത്. ഇത്രയും കാലത്തിനിടയിൽ തനിക്ക് ആരോടെങ്കിലും അത്തരമൊരു ആകർഷണം തോന്നിയിട്ടുണ്ടോ? നദി ആലോചനയിൽ മുഴുകി. പല മുഖങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. ബദ്രിയുടെ മുഖം മാത്രമാണ് ഒരല്പസമയം അവിടെ നിന്നത്. അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയ വ്യക്തി സാർ മാത്രമേ ഉള്ളൂ. അതിന് പക്ഷേ പ്രണയമെന്ന് പറയാമോ? അദ്ദേഹം അടുത്തേക്ക് വരുമ്പോൾ ഒരു മാസ്മരിക വലയത്തിൽപ്പെട്ടതുപോലെ തനിക്കെന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? തന്നോടെപ്പോഴും ബദ്രി സാർ ഒരു കൊച്ചു കുഞ്ഞിനെ എന്നോട് പോലെയല്ലേ സംസാരിക്കുന്നത്? അടുത്തേക്ക് വരുമ്പോൾ മാസ്മരിക വലയമൊന്നും തോന്നിയില്ലെങ്കിലും സാറിനോടുള്ള ഉള്ളു നിറച്ച് ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ആണോ? അല്ല. അദ്ദേഹത്തിൻ്റെ പാട്ട് ആദ്യമായി കേട്ട നിമിഷം ആ സ്വരത്തിലൂടെ തൻ്റെ ഉള്ളിലേക്ക് അലിഞ്ഞിറങ്ങിയ ആദ്യാനുരാഗം. അന്നാ മുഖം എങ്ങനെയാണെന്ന് പോലും അറിയില്ലായിരുന്നു. പത്രത്താളിലെങ്ങോ ആദ്യമായി ആ മുഖം കണ്ടപ്പോൾ താൻ എത്ര സന്തോഷത്തോടെയാണ് വെട്ടിയെടുത്ത് ബുക്കിനുള്ളിൽ ചേർത്ത് വെച്ചത്. കോളേജിലെ ഉദ്ഘാടനത്തിന് അദ്ദേഹമാണ് വരുന്നതെന്നറിഞ്ഞപ്പോൾ ഉള്ളിലുണ്ടായ സന്തോഷം താനന്ന് കൂട്ടുകാരികളോട് പോലും പങ്കുവച്ചില്ല. അതിനും കാരണമുണ്ടായിരുന്നല്ലോ. എല്ലാവരുടെ മനസ്സിലും അന്ന് ബദ്രി സാറിന് കാമുക പരിവേഷമായിരുന്നു. അന്നാ വേദിയിൽ താൻ പാടിയ ഓരോ വരികളിലും നിറഞ്ഞു നിന്നത് സാറല്ലായിരുന്നു. തൻ്റെ സംഗീതത്തെയും സ്വരശുദ്ധിയെയും അഭിനന്ദിക്കുമ്പോൾ ആത്മനിർവൃതിയോടെ ആ മുഖത്തേക്ക് നോക്കി നിന്നില്ലായിരുന്നോ താനന്ന്? ശരിക്കും അന്നായിരിക്കും താൻ അത്രയേറെ സന്തോഷിച്ചതല്ലേ. പിന്നീട് തൻ്റെ ജീവിതത്തിൽ അരങ്ങേറിയ ദുരന്തങ്ങൾ എന്തൊക്കെയായിരുന്നു? ഹോസ്പിറ്റൽ റൂമിനുള്ളിൽ ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും കൂടെ സാറിനെ കണ്ടപ്പോൾ അദ്ദേഹം എന്താണ് അവിടെ എന്നല്ലാതെ വേറൊന്നും തൻ്റെ മനസ്സിലേക്ക് വന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട് എന്നും കാണുന്ന മുഖമായി മാറിയപ്പോഴും അന്നത്തെ പ്രണയം കൈമോശം വന്നിരുന്നു. ഇപ്പോൾ എനിക്ക് ശരിക്കും അറിയാം സാറ് തന്നെ കാണുന്നത് ചില്ലു ചേച്ചിക്ക് സമമായിട്ടാണെന്ന്. തൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്ന് ഒരിക്കലും സാർ അറിയാതെ പോകട്ടെ. അല്ലെങ്കിൽ തന്നെ മാനത്ത് നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ മോഹിക്കാൻ മാത്രം വലുതായോ കേവലം ഈ പുൽക്കൊടിത്തുമ്പ്? ഒരു ചെറുചിരിയോടെ തിരിഞ്ഞു നോക്കുമ്പോഴും ചിലങ്ക ഫോണിൽ തന്നെയായിരുന്നു. പിറ്റേന്ന് രാവിലെ ബദ്രിയോടൊപ്പം നദി തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. തലേ ദിവസത്തെ ചിന്തകളും ഓർമ്മയിൽ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾ നന്നായി വിഷമിച്ചു. ഇന്നെന്താ പതിവില്ലാത്തൊരു പുഞ്ചിരിയൊക്കെ? എന്തു പറ്റിയടോ? ബദ്രി തലതിരിച്ചവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞവൾ തൻ്റെ നേർക്ക് നോക്കാതെ പുറത്തേക്ക് തല തിരിച്ചിരുന്നപ്പോൾ അവളുടെ ഇരിപ്പിൽ അവനെന്തോ കുസൃതി തോന്നി. നദി, താനെന്താ എൻ്റെ നേർക്ക് നോക്കാത്തത്?
അങ്ങനെ ചോദിച്ചുകൊണ്ട് അവൻ കൈ എത്തിച്ച് അവളുടെ മുഖം തൻ്റെ നേർക്ക് തിരിച്ചു. ഒന്നുമില്ലെന്നേ, ഞാൻ വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ചിരുന്നു. ഇനിയും മുഖം തിരിച്ചിരുന്നാൽ തന്നിലെ കള്ളം അവൻ കണ്ടുപിടിക്കുമോ എന്നവൾ ഭയന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിലെ കാര്യങ്ങൾ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അവൾ അവൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. പിന്നീട് രണ്ടുപേരും വായ്തോരാതെ സംസാരമായിരുന്നു. താൻ ചിന്തിച്ചത് മുഴുവൻ സാർ അറിഞ്ഞിരുന്നെങ്കിൽ എന്തുമാത്രം തന്നെ കളിയാക്കുമായിരുന്നു എന്ന് അവൾ പുഞ്ചിരിയോടെ ഓർത്തു. സാറിന് വേണ്ടി ദൈവം കണ്ടുവച്ച ഒരു പെൺകുട്ടി ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടാകും. അതൊരിക്കലും താനായിരിക്കില്ല. അവൾ അങ്ങനെ ചിന്തിച്ച നിമിഷം അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായി. വിടർന്ന ചുണ്ടുകൾക്കിടയിലൂടെ ഒരു ഗാനശകലം പുറത്തേക്ക് വന്നു. നീ ഹിമമായയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടു. അവൾ ഒരു പിടച്ചിലൂടെ അവൻ്റെ നേർക്ക് നോക്കി. അവൻ അതേ ചിരിയോടെ രണ്ട് കണ്ണും ചിമ്മിക്കാണിച്ചു. സാർ തന്നെ നോക്കി പാടിയതാണോ? അവൾ ആ നിമിഷം ചിന്തിച്ചത് അങ്ങനെയാണ്. ഹേയ്, സാർ ഒരു ഗായകനല്ലേ? നാവിൻ തുമ്പിലെത്തുമ്പോഴേക്കും വരികൾ എത്തുന്ന സ്വാഭാവികം. തൻ്റെ തെറ്റിദ്ധരിച്ച മനസ്സിനോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ അവനെ മറുപുഞ്ചിരി നൽകി. ഈ മീണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ, ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എൻ്റെ ചിമ്മിടാതെ എൻ്റെ ജീവനേ. ഒന്ന് നിർത്തി അവൻ പിന്നെയും അവളുടെ മുഖത്തേക്ക് നോക്കി. വീണ്ടും കണ്ണുകൾ അടച്ചു കാണിച്ചു. ഇത്തവണ അവളിൽ പുഞ്ചിരി വന്നില്ല. അവളുടെ മൊഴികൾ പുറത്തേക്ക് പാഞ്ഞപ്പോഴും അവൻ നിർത്താതെ പാടുന്നുണ്ടായിരുന്നു. അകമേ വാനില്ലിനേഴു വർണ്ണമായി ദിനമേ പൂവിടുന്ന നിൻമുഖം അകലെ മാഞ്ഞിടാതെ ചേർന്നതിൽ നീ എന്നാമലെ നീ ഹിമമയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടുന്നു. പാതിയെത്തിയ വരികൾ നിന്നിറിഞ്ഞപ്പോൾ അവൾ പതിയെ മുഖം തിരിച്ചു നോക്കി. എൻ്റെ പാട്ട് കേട്ട് നദിക്ക് ബോറടിച്ചല്ലേ? എനിക്ക് ഇത്തിരി ഇഷ്ടമുള്ള പാട്ടാണിത്. എൻ്റെ ചുണ്ടുകളിൽ ഞാൻ എപ്പോഴും കൊതിയോടെ കൊണ്ടു നടക്കുന്ന വരികൾ. ഓ, തെറ്റിദ്ധരിക്കാതിരുന്ന ഭാഗ്യം. അല്ലെങ്കിൽ തന്നെ എന്നോട് ഇഷ്ടം തോന്നാനും ആ ഇഷ്ടത്തിൻ്റെ പേരിൽ വരികൾ മൂളാനും മാത്രം തരം താഴ്ന്നു പോയിട്ടതും ഇല്ല സാറിൻ്റെ മനസ്സ്. അതെപ്പോഴും എൻ്റെ പൊട്ട മനസ്സൊന്നും ഓർക്കുന്നത് നന്ന്. നദി എന്തെങ്കിലും പറയുന്നുണ്ടോ അതോ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നതാണോ? പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേട്ടതും അവൾ തലയുയർത്തി നോക്കി. എനിക്കും ഇഷ്ടമുള്ള വരികളായിരുന്നു എന്ന് പറഞ്ഞതാണ്. സംസാരിച്ചിരുന്ന് തറവാടെത്തിയത് രണ്ടുപേരും അറിഞ്ഞില്ല. നദിയെ തറവാടിന് മുന്നിൽ ഇറക്കി കൊടുത്ത് ബദ്രി തിരിച്ചുപോയി. മഹിക്കുഞ്ഞു ഇതുവരെ എഴുന്നേറ്റിട്ടില്ല മോളെ. സ്റ്റെയർ കേസിനടുത്തേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നും രാമേട്ടൻ വിളിച്ചു പറഞ്ഞു. എന്തു പറ്റി? അവൾ തിരിഞ്ഞു നിന്നു. പനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നദി വേഗം സ്റ്റെപ്പ് കയറി മഹാദേവൻ്റെ മുറിയിലേക്ക് ചെന്നു. ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ കേട്ടു മൂടി പൊതിച്ച് കിടക്കുന്ന ഒരാളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഞരക്കങ്ങൾ. മാഷേ, എന്തുപറ്റി? അവൾ നെറ്റിയിലും കഴുത്തിലും എല്ലാം കൈവച്ച് നോക്കി. പനിക്കുന്നുണ്ടല്ലേ? ഡോക്ടറുടെ അടുത്ത് പോകുന്നത് നല്ലത്. ഞാൻ കാർത്തി സാറിനെ വിളിക്കട്ടെ? അവൾ പരിഭ്രാന്തി നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. വേണ്ട കുഞ്ഞെ, ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ പോയതാ. മരുന്നുണ്ട്, കഴിച്ചാൽ മാറും. അയാൾ ക്ഷീണമാർന്ന സ്വരത്തിൽ പറഞ്ഞു. എങ്കിൽ ഞാൻ താഴെ പോയി ചുക്ക് കാപ്പി എടുത്തു കൊണ്ടുവരാം. അത് കഴിച്ചിട്ട് മരുന്ന് കഴിക്കാട്ടോ. നദി വേഗം താഴേക്കോടി. അവൾ പറഞ്ഞ ചേരുവകളെല്ലാം രാമേട്ടൻ എടുത്തു വെച്ച് കൊടുത്തു. അതെല്ലാം പൊടിയാക്കി ചുക്ക് കാപ്പി തയ്യാറാക്കുമ്പോൾ രാമേട്ടൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. യാമിക്കുഞ്ഞിൻ്റെ രീതികളാണല്ലോ ഇതെന്ന് ഓർത്തായിരുന്നു അയാൾക്ക് സങ്കടം. നദി ഓരോന്ന് ചോദിക്കുമ്പോഴും എടുക്കുമ്പോഴും ചെയ്യുമ്പോഴും യാമിനിയുടെ സാന്നിധ്യം അയാൾ അറിയുകയായിരുന്നു. തയ്യാറാക്കിയ ചുക്കുകാപ്പിയും എടുത്തും കൊണ്ട് അവൾ മഹാദേവൻ്റെ മുറിയിലേക്ക് ചെന്നു. മാഷേ, എഴുന്നേറ്റിട്ട് ഈ ചുക്കുകാപ്പി കുടിക്കി. പനിയെല്ലാം പമ്പ കടക്കും. ആ മുറിക്കുള്ളിലാകെ ചുക്കുകാപ്പിയുടെ ഹൃദ്യമായ സുഗന്ധം പരന്നിരുന്നു. അയാൾ പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്ന് കാപ്പിയിലും നദിയിലും മുഖത്തും മാറി മാറി നോക്കി. എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്ന ഔഷധ. ജലദോഷപ്പനിയാണെങ്കിൽ ഞാൻ മരുന്ന് കഴിക്കാറില്ല. അമ്മ ഉണ്ടാക്കി തരുന്ന ഈ ചുക്കുകാപ്പി കുടിച്ച് മൂടി പുതച്ചങ്ങ് കിടന്നുറങ്ങും. കുറച്ച് കഴിഞ്ഞ് വിയർത്തു പോകുന്നതിനൊപ്പം പനിയും കുറയും. ഒരു ദിവസം 4-5 തവണയെങ്കിലും അമ്മ എന്നെ കൊണ്ട് കാപ്പി കുടിപ്പിക്കും. നദി അത് പറയുമ്പോൾ അയാളുടെ മനസ്സും പുറകിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു.
ഓരോ പനിച്ചുള്ളിലും തന്നെ പൊതിഞ്ഞു പിടിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കൈകൾ തനിക്കുണ്ടാക്കി തരുന്ന ചുക്കുകാപ്പിയിൽ നിറഞ്ഞൊഴുകുന്നത് മുഴുവൻ അവൾക്ക് തന്നോടുള്ള സ്നേഹമായിരുന്നു. നഷ്ടപ്പെടുത്തി കളഞ്ഞ മാണിക്യത്തെ ഓർത്ത് അയാളുടെ മനസ്സ് പിടഞ്ഞു. അന്ന് കോളേജിൽ പോകുന്നത് വരെ അവൾ അയാളെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. കോളേജിലേക്ക് ഇറങ്ങാൻ നേരമാകുമ്പോഴേക്കും ബദരി അവളെ കൂട്ടാനായി വന്നു. ഈ സമയം വരെയും കാർത്തി മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. മഹാദേവൻ്റെ ശുശ്രൂഷയിൽപ്പെട്ടിരുന്നത് കൊണ്ട് അവൾ കാർത്തിയെ ശ്രദ്ധിച്ചതുമില്ല. നദി പോയി പിന്നെയും കുറച്ച് സമയം കൂടി കഴിഞ്ഞാണ് കാർത്തി ഓഫീസിൽ പോകാനായി പുറത്തേക്ക് ഇറങ്ങി വന്നത്. അച്ഛനെങ്ങനെയുണ്ട് രാമേട്ട? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ കാർത്തി ചോദിച്ചു. ഇപ്പോൾ നല്ല കുറവുണ്ട്. നദിക്കുഞ്ഞ് ഇപ്പോഴേ പോയത്. ഇതുവരെയും മഹിയുടെ അടുത്ത് ചുക്കുകാപ്പി കൊടുത്തും ആവി കൊള്ളിച്ചും പരിചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. രാമേട്ടന് പിടുത്തം കിട്ടാത്ത രീതിയിൽ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെന്നിമാഞ്ഞു. ഞാൻ വരാൻ ഇന്നിത്തിരി വൈകും രാമേട്ട. ഇറങ്ങാൻ നേരം അവൻ രാമേട്ടനോടായി പറഞ്ഞു. 20-ാം തീയതിക്ക് ഇനി ദിവസങ്ങളില്ല. അതിനുള്ളിൽ എല്ലാത്തിനും ഒരു തീർപ്പുണ്ടാക്കണം. കാറിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് അങ്ങനെയായിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം സത്യപ്രതാപൻ നദിയെ തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. അവൾ അകത്തേക്ക് കയറി വന്നതും ഡോർ ലോക്ക് ചെയ്യാൻ പറഞ്ഞു സത്യപ്രതാപൻ. ഡോർ ലോക്ക് ചെയ്ത് അയാൾക്കരികിലേക്ക് വന്നതും വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെയുള്ള സോഫയിലേക്കിരുന്നു. നദിയും അയാൾക്ക് അരികിലേക്ക് ചെന്നു. മോളിരിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അങ്കിൾ? അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്തോ ഗൗരവമാർന്നതാണെന്ന് തോന്നിയെങ്കിലും അവൾ അയാൾക്കരികിലായി ഇരുന്നു. ഞാനൊരു കാര്യം നിന്നെ ഏൽപ്പിക്കുകയാണ്. അത് നീ അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരണം. ഈ വരുന്ന 20-ാം തീയതിക്കപ്പുറം അത് നീണ്ടുപോകരുത്. അങ്കിൾ പറയൂ, എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചു തരും. അവൾ ഉറപ്പുപോലെ പറഞ്ഞു. പിന്നീടുള്ള അവരുടെ സംഭാഷണങ്ങൾ അതിരഹസ്യമായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും അവൾ ഒന്ന് ദീർഘശ്വാസം വലിച്ചു. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.